ഈ ഗ്ലാൻസിയും ബലേനോന്റെ കാര്യത്തിൽ പലർക്കും ഇപ്പോഴും സംശയമുണ്ട്. ഈ രണ്ട് വാഹനങ്ങൾ ഒന്നാണെന്നോ, അല്ലെങ്കിൽ ഈ രണ്ട് വാഹനങ്ങൾ എഞ്ചിനിൽ ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് ഡൈനാമിക്സിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ശരിക്കും ഈ രണ്ട് വാഹനങ്ങളും സെയിം ആണ്. ഇത് മാരുതി റീബാഡ്ജ് ചെയ്യുന്നതാണ് ടൊയോട്ടക്ക്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക് ഡിഫറൻസുകളായിട്ടുള്ള ബമ്പർ ലൈറ്റ്സ്, പിന്നെ അതിൻ്റെ ഓവറോൾ ഫ്രണ്ടിൽ വരുന്ന ലുക്കിൽ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. പിന്നെ ഈ ലോഗോസും ബാക്കിയൊക്കെ സെയിം ആണ് വരുന്നത്. പവറും എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ സെയിം ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാഹനമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 2023 മോഡൽ, വെറും 17,000 കിലോമീറ്റർ ഓടിയ ഗ്ലാൻസ് ജി എന്ന് പറഞ്ഞ വേരിയൻറ്റ്. മാരുതിയിൽ വരുമ്പോൾ സീറ്റ എന്ന് പറയും. ടോപ്പ് വേരിയൻറ്റ് തൊട്ട് താഴെയുള്ളതാണ്. ഇതെല്ലാം പ്രീമിയം ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ അലോയ് വീൽസ് വരുന്നുണ്ട്, പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ്, DRL, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന്, 4 ഡോർ പവർ വിൻഡോസ്, കുറച്ചും യൂഷ്വലായിട്ടുള്ള എയർ ബാഗ്, EBD, ABS എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഫുള്ളി ലോഡഡ് ആയ വാഹനമാണ്. ചെറിയ 2-3 ഫീച്ചേഴ്സിന്റെ ഡിഫറൻസ് ഉള്ളൂ ഇതും ഫുൾ ഓപ്ഷനും തമ്മിൽ. 1.2 പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വെറും 17,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. നല്ല മൈലേജ് ഉള്ള മാരുതിയുടെ 1.2 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു 50,000 അതിൽ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാഹനം പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.